എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ശ്രീനിവാസനെ കാണാനായി വേദ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ നിന്ന് മടങ്ങുന്ന ശ്രീധരൻ മേനോനെ വേദ കാണാനായിട്ട് ഇടയാകുന്നു. അയാൾ ഇപ്പോൾ വേദയോടായി പറയുന്നു, ശങ്കരനാരായണന്റെ ഏതോ ഒരു മകൾ ഒരു ഗുണ്ടയെ കല്യാണം കഴിച്ചുവെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അത് നിങ്ങളായിരുന്നോ? കഷ്ടം തന്നെ. ഇത്രയും പറഞ്ഞ് വേദയെ നോക്കി ഒരു പുച്ഛഭാവത്തോടു കൂടി അയാൾ ഓട്ടോയിൽ കയറി പോകുന്നു. വേദ ഇപ്പോൾ ശ്രീനിവാസന്റെ വീടിനകത്തേക്ക് ചെല്ലുന്നു. വേദയെ കണ്ടപാടെ ശ്രീനിവാസൻ ഇരിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. എന്നാൽ മടിച്ചു നിൽക്കുന്ന വേദയോട് സുധ ചോദിക്കുന്നുണ്ട്, എന്തുപറ്റി മടിച്ചു നിൽക്കുന്നേ? അന്ന് വീട്ടിൽ വന്നപ്പോ ഞങ്ങളോട് പെരുമാറിയതുപോലെ ഞങ്ങളും പെരുമാറും എന്ന് വിചാരിച്ചിട്ടാണോ? ഇത് കേൾക്കുന്ന വേദ മറുപടിയായി, അതിനന്ന് ഞാൻ നിങ്ങളോട് മോശമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ശ്രീകാര്യം ശ്രീനിവാസനും വിക്രമൻ തമ്മിലുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കണം എന്ന് മാത്രമല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതെല്ലാം കേട്ടുകൊണ്ട് കസേരയിലിരുന്ന വിക്രം ചാടി എഴുന്നേറ്റ് വേദയെ അടിക്കാനായി അങ്ങോട്ടേക്ക് ചെല്ലുന്നു. നീ ഇപ്പോൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് വിക്രം ദേഷ്യത്തോടുകൂടി ചോദിക്കുന്നുണ്ട്. വേദ ഇപ്പോൾ എല്ലാവരോടുമായി പറയുന്നു, എനിക്ക് ശ്രീനി സാറിനെ കണ്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന ശ്രീനിവാസൻ എന്താണെങ്കിലും പറഞ്ഞോളാനായിട്ട് ആവശ്യപ്പെടുന്നു. വേദ ഇപ്പോൾ ഒന്ന് ശ്രീനിവാസനോടായി ആവശ്യപ്പെടുന്നു, എനിക്ക് നിങ്ങളോട് തനിയെ മാറി നിന്നാണ് സംസാരിക്കാനായിട്ടുള്ളത്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് മാറി നിന്ന് സംസാരിക്കുന്നു. ഇപ്പോൾ വേദ ശ്രീനിവാസനോടായി പറയുന്നുണ്ട്, ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ വിക്രമിനോട് പറയരുത്. നിങ്ങൾക്ക് വിക്രമിനോട് ശരിക്കും സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളത് പറയില്ല. വേദ ഇപ്പോൾ വിക്രമിന്റെ പഴയ കേസിനെ പറ്റി ശ്രീനിവാസനോടെ ചോദിക്കുന്നു. അന്ന് മാഷിന്റെ ബാഗിൽ ആരാണ് കഞ്ചാവ് വെച്ചത് എന്നതിനെ പറ്റിയൊന്നും നിങ്ങൾ അന്വേഷിക്കുകയുണ്ടായില്ലേ? ഇതൊക്കെ അന്വേഷിച്ചിട്ട് എന്തിനാണെന്നാണ് ശ്രീനിവാസൻ ചോദിക്കുന്നത്. മറുപടിയായി വേദ, അല്ലെങ്കിൽ ഇക്കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെയല്ലല്ലോ ഞാനത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ചക്രപാണി സാറിന്റെ ഓഫീസിൽ നിന്ന് എനിക്ക് ചില രേഖകളൊക്കെ കിട്ടി. അന്ന് വിക്രമിന്റെ അച്ഛൻ വിക്രമിനെതിരെ ഉണ്ടായ ആ സംഭവത്തിൽ കേസ് കൊടുത്ത ഒരു ശ്രീകുമാറിനെ നിങ്ങൾ പുറത്തിറങ്ങിക്കൊണ്ട് പോവുകയുണ്ടായി. ആ ശ്രീകുമാർ മറ്റാരുമായിരുന്നില്ലല്ലോ, സ്വന്തം സഹോദരിയുടെ മകനായിരുന്നില്ലേ? വിക്രം വിചാരിച്ചിരിക്കുന്നത് ജയിലിൽ നിന്നിറങ്ങിയ വിക്രമിനെ നിങ്ങൾ നന്മയുടെ പാതയിലേക്ക് കൊണ്ടുപോയി എന്നാണ്. എന്നാൽ നിങ്ങൾ ചെയ്തതോ കൂടുതൽ തെറ്റുകളിലേക്ക് വിക്രമിനെ കൂട്ടിക്കൊണ്ടു പോവുകയല്ലായിരുന്നോ? ഇക്കാര്യം സംബന്ധിക്കുന്ന എല്ലാ തെളിവുകളും ശേഖരിച്ച ശേഷം ഞാൻ വിക്രമിനെ കൂട്ടി ഒരു ദിവസം ഇങ്ങോട്ടേക്ക് വരും. അന്ന് എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾ മറുപടി തരേണ്ടി വരും. ഇത്രയും പറഞ്ഞ ശേഷം വേദ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. വിക്രമാകട്ടെ ഇപ്പോൾ ശ്രീനിവാസന്റെ അടുത്ത് വന്ന് വേദ എന്താണ് പറഞ്ഞിട്ട് പോയതെന്ന് ചോദിക്കുന്നു. അവൾ നല്ല മിടുക്കിയാണെന്ന് മാത്രം ശ്രീനിവാസൻ മറുപടി പറഞ്ഞ ശേഷം അകത്തേക്ക് കയറി പോകുന്നു. അവിടെ നിന്നിറങ്ങി വേദ നേരെ ചെന്നത് ദർശന്റെ ഓഫീസിലേക്കാണ്. അവിടെ വേദയെ കാത്ത് മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു, വിക്രമിന്റെ കേസിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഹമീദ് എന്ന ഓഫീസർ. ദർശൻ വേദയോടെ പറയുന്നു, വിക്രമിനെ അന്ന് അറസ്റ്റ് ചെയ്ത പോലീസ് ടീമില് ഈ ഹമീദും ഉണ്ടായിരുന്നു. ഇനിയും ബാക്കി ഹമീദിക്ക പറയും. ഹമീദിക്ക നിങ്ങൾ പറയാനായിട്ട് ദർശൻ ആവശ്യപ്പെടുന്നു. അയാളിപ്പോൾ വിക്രമിനെ പറ്റി പറയുകയാണ്. ഈ വിക്രം ആ കേസിലേക്ക് വന്നു കയറിയതാണ്. പോലീസിന് അന്നേ കിട്ടിയ ഇൻഫർമേഷൻ സുധാകരൻ മാഷ് കുട്ടികൾക്കിടയിൽ കഞ്ചാവ് സപ്ലൈ ചെയ്യുന്നു എന്നായിരുന്നു. അച്ഛനോ എന്ന് വേദ ചോദിക്കുമ്പോൾ, അതേ വേദ, സുധാകർ മാഷിനെ കൊടുക്കാനാണ് ആ പദ്ധതി അന്ന് പ്ലാൻ ചെയ്തവർ വിചാരിച്ചിരുന്നതെന്ന് ദർശൻ ഇപ്പോൾ പറയുന്നു. കാരണം കോളേജിലെ ആ ഗ്യാങ്ങിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നിൽ മാഷായിരുന്നല്ലോ. അതിനുള്ള പ്രതികാരമായിരുന്നു ഇത്. അച്ഛൻ ഒരിക്കലും ഇത് ചെയ്യില്ലെന്ന് പോലീസിന് മനസ്സിലായില്ലേ? ഹമീദ് ഇപ്പോൾ വേദയോടെ പറയുന്നുണ്ട്, അന്വേഷണത്തിന്റെ ഇടയിൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായതാണ് വിക്രം തെറ്റുകാരനല്ല, അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് കുറ്റം സ്വയം ഏറ്റെടുക്കുന്നതെന്ന്. ഇത് കേൾക്കുന്ന വേദിക്ക് വിശ്വസിക്കാനായിട്ടാവുന്നില്ല. വേദ ഇപ്പോൾ ഒന്ന് ചോദിക്കുന്നുണ്ട്, വിക്രമിന് ആരാണ് ആ ബാഗിൽ അത് കൊണ്ടുവച്ചതെന്ന് അപ്പോൾ ശരിക്കും അറിയായിരിക്കുമല്ലോ. ഇത് കേൾക്കുന്ന ദർശൻ അത് ശരിവെക്കുന്നുണ്ട്. വിക്രം അത് മനഃപൂർവ്വം മറച്ചു വെക്കുന്നതാണ്. അതാരാണെന്ന് വിക്രമിന് മാത്രമേ പറയാൻ കഴിയൂ. ഇപ്പോൾ വേദ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. വീട്ടിലെത്തിയ പാടെ തന്നെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിക്കാൻ ശ്രമിക്കുന്ന വേദയോട് വിക്രം തട്ടിക്കയറുന്നു. നീ ആരാണ് അതൊക്കെ അന്വേഷിക്കാനായിട്ട്? പോലീസോ അതോ സ്പെഷ്യൽ ബ്രാഞ്ചോ അതുമല്ലെങ്കിൽ CBI-യോ? മറുപടിയായി വേദ, ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്ന് പറയുന്നു. 6-7 കൊല്ലം സ്വന്തം ഭർത്താവ് എന്തിനാണ് ജയിലിൽ കഴിഞ്ഞത് എന്നൊക്കെ അന്വേഷിക്കാനുള്ള അധികാരം ഭാര്യയ്ക്കുണ്ട്. ഇല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എന്ന് വിക്രമനോടെ ചോദിക്കുമ്പോൾ, അതെന്തിനായിരുന്നു എന്ന് നിന്റെ അച്ഛനോട് തന്നെ ചെന്ന് അന്വേഷിച്ചിരുന്നാ പോരെ? അദ്ദേഹമല്ലേ ശിക്ഷ വിധിച്ചത്? വേദയെ വിലക്കുന്നുണ്ട്. ദേ, എന്റെ ഭൂതകാലം അന്വേഷിച്ച് നീ വെറുതെ കഷ്ടപ്പെടരുത്. കാലം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. സ്വന്തമായി മയക്കുമരുന്നും മറ്റും ഉപയോഗിച്ച് സ്വയം നശിച്ചുപോയ ഒരു വിദ്യാർത്ഥി, ശേഷം മറ്റുള്ള കുട്ടികൾക്ക് കൂടി അത് സപ്ലൈ ചെയ്യാൻ ശ്രമിച്ച് ഒരു പെറ്റ്ലറായി മാറിയ എന്നൊക്കെയായിരുന്നു പോലീസ് ഭാഷ്യം. അത് സംശയരഹിതമായി നിന്റെ അച്ഛന്റെ കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്തതുകൊണ്ട് ആ ശിക്ഷ ഞാൻ അനുഭവിക്കുകയും ചെയ്തു. നീ ആ കാലത്തെക്കുറിച്ച് അന്വേഷിച്ച് കൂടുതലൊന്ന് അറിയുകയും വേണ്ട. ഇതെല്ലാം കേൾക്കുന്ന വേദ അധികം വിശ്വസിച്ചുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ജീവിതത്തിൽ ഒരിക്കൽ പോലും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ലെന്ന് നിങ്ങൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ നുണയുടെ മേളിൽ നിങ്ങളിങ്ങനെ ജീവിക്കുന്നത്? എന്റെ ബാഗിൽ എന്തായാലും അത് വെച്ചത് നിങ്ങളല്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അച്ഛൻ പോലീസ് കസ്റ്റഡിയിൽ പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വെറുതെ അത് ഏറ്റെടുക്കുകയായിരുന്നു.
പക്ഷേ അത് ചെയ്തത് ആരാന്ന് നിങ്ങൾക്ക് വ്യക്തമായി അറിയാം. എന്നിട്ടും അത് പുറത്തു പറയാതിരിക്കണമെങ്കിൽ അതിന് പിന്നിൽ ഒരു വ്യക്തമായ കാരണമുണ്ടായിരിക്കും. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞേ മതിയാകൂ. കേൾക്കുന്ന വിക്രം അങ്ങനെ ഒരു കാരണമില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് നീ അറിയേണ്ട ആവശ്യമില്ല. വേദ ഇപ്പോൾ ഒന്ന് ചോദിക്കുന്നു. അപ്പോൾ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ പഴി കേട്ട് ഇങ്ങനെ ജീവിതകാലം മുഴുവൻ കഴിയേണ്ടതുണ്ടോ? ഇത് കേൾക്കുന്ന വിക്രം, ഞാനത് ചെയ്തിട്ടില്ലെന്ന് നീ മാത്രമല്ലേ വിശ്വസിക്കുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് ചെയ്തു കഴിഞ്ഞു. അതിന്റെ ശിക്ഷയും അനുഭവിക്കുകയുണ്ടായി. അതിനുശേഷം എന്റെ ഈ ജീവിതം ഞാൻ പോലും വിചാരിക്കാത്ത രീതിയിൽ മാറിപ്പോയതാണ്. ഇങ്ങോട്ട് ഞാനത് തിരുത്താനും പോകുന്നില്ല, ഞാനത് ശരിയാക്കാനും പോകുന്നില്ല. ഇത് കേൾക്കുന്ന വേദ വാശിയാണോ എന്ന് ചോദിക്കുന്നു. മറുപടിയായി വിക്രം, അല്ല, ഇതെന്റെ തീരുമാനമാണെന്ന് അറിയിക്കുന്നു. പറഞ്ഞ് അവിടെ നിന്ന് പോകുന്ന നിൽക്കുന്ന വിക്രമിനെ വിളിച്ച് വേദയൊന്ന് പറയുന്നുണ്ട്. എല്ലാവരിൽ നിന്ന് നിങ്ങൾ മറച്ചുവെച്ച ആ സത്യത്തിന്റെ വക്കുവരെ ഞാനിപ്പോൾ എത്തിയിട്ടുണ്ട്. അധികം വൈകാതെ അതെന്താണെന്ന് ഞാൻ അറിയാതിരിക്കില്ല. ഇത്രയും പറഞ്ഞു തീർത്ത ശേഷം വിക്രം ദേഷ്യത്തോടുകൂടി തന്റെ മുറിയിലേക്കും പോകുന്നു. ഇപ്പോൾ വിക്രമിന്റെ ഫോണിലേക്ക് ശ്രീനിവാസന്റെ കോൾ വരുന്നുണ്ട്. ശ്രീനിവാസൻ വിക്രമിനോട് പറയുന്നുണ്ട്, കാര്യങ്ങള് നമ്മൾ വിചാരിച്ച പോലെയല്ല. ശ്രീധരൻ ഇത്തിരി പ്രശ്നമാണെന്നാണ് ശ്രീനിവാസൻ പറയുന്നത്. ഇത് കേൾക്കുന്ന വിക്രം, അയാളെ കൊണ്ടൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കും? പഴയ ചില കാര്യങ്ങളൊക്കെ അയാൾ അന്വേഷിച്ചു തുടങ്ങിയെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞതെന്ന് ശ്രീനിവാസൻ വിക്രമിനോടായി പറയുന്നു. ഇത് കേൾക്കുന്ന വിക്രം, അയാളെ സ്വാധീനിക്കാനായിട്ട് കഴിയുമോ? സത്യത്തിന് മാത്രമേ അയാളെ സ്വാധീനിക്കാൻ കഴിയൂ എന്ന് ശ്രീനിവാസൻ വിക്രമിനോടായി പറയുന്നു. എന്റെ പഴയ ചില ബിസിനസ് ബന്ധങ്ങളൊക്കെ അയാൾ അറിഞ്ഞിട്ടുണ്ട്. അയാൾ അക്കാര്യവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനൊരു പോംവഴി എന്താണെന്ന് ശ്രീനിവാസൻ വിക്രം ഇപ്പോൾ ശ്രീനിവാസനോടായി പറയുന്നു. ഇന്ന് രാത്രി തന്നെ നമുക്ക് അയാളെ പോയി അയാളുടെ വീട്ടിൽ നിന്ന് പൊക്കാം. 2 ദിവസം നമ്മളോടൊപ്പം നമ്മളുടെ കൂട്ടത്തിൽ കഴിയട്ടെ. ഇതൊക്കെ പക്ഷേ നീ വിചാരിക്കുന്നത് പോലെ നടന്നില്ലെങ്കിലോ എന്ന് ശ്രീനിവാസൻ ചോദിക്കുമ്പോൾ, ഇതിലും വലിയ പുള്ളികളെ നമ്മളുടെ കൂട്ടത്തിൽ നമ്മൾ മെരുകി കൊണ്ടുവന്നിട്ടുള്ളതല്ലേ. അതിനെപ്പറ്റി എന്തായാലും സാർ ഓർത്ത് വിഷമിക്കേണ്ട. ഇന്ന് രാത്രിയോടെ ആ ശല്യം ഒഴിവാകും. ശരിയെന്ന് പറഞ്ഞ് ശ്രീനിവാസൻ കോള് കട്ട് ചെയ്യുന്നു. വേദയാകട്ടെ താൻ കേട്ട കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ആലോചിച്ച് വീടിന് പുറകിൽ തന്നെ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ അങ്ങോട്ടേക്ക് ശ്രീചേട്ടത്തിയും വരുന്നു. വേദയോടെ ചോദിക്കുന്നുണ്ട്, എന്തോ ആലോചനയിലാണല്ലോ, എന്തു പറ്റി? വേദ ശ്രീചേട്ടത്തിയോടെ പറയുന്നു, വിക്രം ഇപ്പോൾ പുതിയൊരു കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്നു. ആര്? നമ്മളുടെ വിക്രമോ എന്ന് ശ്രീചേട്ടത്തി ചോദിക്കുമ്പോൾ, വേറെ ആര്? ശേഷം വേദ ശ്രീകാര്യൻ ശ്രീനിവാസന്റെ വീട്ടിൽ വെച്ച് ശ്രീധരമേനോനെ കണ്ട കാര്യം ശ്രീചേട്ടത്തിയോടായി പറയുന്നു. എന്നോട് അയാൾ ചോദിച്ചിരുന്നു, കുട്ടി എന്തിനാണ് ഇങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധരുടെ കൂടെ ചേർന്ന് നടക്കുന്നതെന്ന്. ശ്രീനിവാസനുമായി കോർത്തിട്ടാണ് ശ്രീധരേട്ടൻ വരുന്നതെന്ന് എനിക്കപ്പോൾ മനസ്സിലായുമില്ല. ഇപ്പോൾ എന്താ ഉണ്ടായതെന്നാണ് ശ്രീചേട്ടത്തി ചോദിക്കുന്നത്. ഇലക്ഷൻ സംബന്ധിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ശ്രീനിവാസനെതിരെയായിട്ട് അയാൾ ഹാജരാക്കുമെന്ന് വിക്രമും ശ്രീനിവാസനും ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് അയാളെ തട്ടിക്കൊണ്ടു പോകാനായിട്ടാണെന്നാണ് ശ്രീചേട്ടത്തിയോടെ വേദ പറയുന്നത്. ഇതൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ എന്നാണ് ശ്രീചേട്ടത്തി ചോദിക്കുന്നത്. ഉറപ്പായും പോലീസ് കേസും അറസ്റ്റും ഒക്കെ ഉണ്ടാവുമെന്ന് വേദ പറയുന്നു. എന്നിട്ടും വേദ എന്താണ് വിക്രമിനെ പറഞ്ഞ് തിരുത്താത്തതെന്നാണ് ഇപ്പോൾ ശ്രീചേട്ടത്തിയുടെ ചോദ്യം. അതിന് വിക്രം കേൾക്കുമോ എന്നാണ് വേദയോടെ ചോദിക്കുന്നത്. എങ്കിൽ ഞാൻ പോയി വിക്രമിനോട് സംസാരിക്കാം, വേദ എന്നെ കൂടെ വരാനായിട്ട് ശ്രീചേട്ടത്തി പറയുന്നു. അതുകൊണ്ട് വല്ല ഫലമുണ്ടാവുമെന്ന് ഏട്ടത്തിക്ക് തോന്നുന്നുണ്ടോ എന്ന് ഇപ്പോൾ വേദ ചോദിക്കുന്നു. വേദയ്ക്കായിട്ടും ആ ശ്രീനിവാസൻ വിക്രമിനെ സ്വന്തം ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുക വിക്രമിന് മാത്രം മനസ്സിലാകുന്നില്ലല്ലോ എന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നതെന്ന് വേദ ഇപ്പോൾ മറ്റൊരു വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വേദയ്ക്ക് നേരിട്ട് പരിചയമുള്ളതല്ലേ ആ ശ്രീധരനെ. അദ്ദേഹത്തെ ചെന്ന് കണ്ട് ഇവർക്ക് ഇങ്ങനൊരു പ്ലാൻ ഉണ്ടെന്ന് നേരിട്ടറിയിച്ചാലോ? പറഞ്ഞാൽ ഉറപ്പായും ശ്രീധരൻ പോലീസ് കേസ് കൊടുക്കുമെന്ന് വേദ പറയുന്നു. അങ്ങനെ വലുതുമുണ്ടായാൽ വിക്രം പിന്നീട് അടങ്ങിയിരിക്കുമെന്ന് ഏടത്തേക്ക് തോന്നുന്നുണ്ടോ? നമ്മളിപ്പോൾ ചെയ്യേണ്ടത് അതൊന്നുമല്ല. വിക്രം ഇന്ന് ആ കാര്യം ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് പുറത്തു പോകരുത്. അതിനുവേണ്ടി ഒരു പദ്ധതി നമ്മൾ നടപ്പിലാക്കണം. ഇക്കാര്യം മറ്റാരും അറിയാനും പാടില്ല. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നന്ദിനി പെട്ടെന്ന് അവിടേക്ക് വരുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടി എന്താണ് രഹസ്യത്തിൽ ഈ പറയുന്നത്? അല്ല, ഇത് രാത്രിയിൽ നിങ്ങൾ രണ്ടും കൂടെ എന്ത് നടപ്പിലാക്കാനായി പോകുന്നത്? ഇനി അത് എനിക്കെതിരെ വല്ലോ ആണെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ശരിയാക്കി തരുമെന്ന് നന്ദിനി ദേഷ്യത്തോടുകൂടി പറയുന്നു. എങ്കിലും എടുത്ത് ഇത്രയും ചോദിച്ച സ്ഥിതിക്ക് അതെന്താ കാര്യമെന്ന് ഇപ്പോൾ ഞാൻ പറയാം. വേദ പറയാൻ തുടങ്ങുമ്പോൾ അത് തടയുകയാണ് ശ്രീചേട്ടത്തി. വേദയോട് വേദ പറയണ്ടെന്ന് ശ്രീചേട്ടത്തി പറയുമ്പോൾ, ഇത്രയും ആയില്ലേ, എന്തായാലും എടുത്തി കൂടി അറിയട്ടെ. അങ്ങനെ വേദ നന്ദിനിയോടായി പറയുന്നു, ഈ വീട്ടിൽ നല്ല ഐക്യത്തിലാണ് ഞാനും ശ്രീചേട്ടത്തിയും കഴിയുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽ പെടാത്തത് നന്ദിനിയേട്ടത്തി മാത്രമാണ്. അതുകൊണ്ട് ഇച്ചിരി വിഷം കലക്കി തന്ന് കൊല്ലുന്ന കാര്യമാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. കേൾക്കുമ്പോൾ ഞെട്ടി പേടിക്കുകയാണ് നന്ദിനി. സത്യമാണെന്ന് വേദ പറയുന്നു. പറമ്പിൽ പോയപ്പോൾ ഒതലങ്ങ കായ്ച്ചു നിൽക്കുന്നത് കണ്ടുവെന്ന് ശ്രീചേട്ടത്തി പറഞ്ഞു. അതിന്റെ പരിപ്പെടുത്ത് കലക്കി തന്നാലോ എന്നാണ് ഞങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നത്. ആവുമ്പോ ഒതലങ്ങ കണ്ട് പേരയ്ക്ക പോലെ എന്തോ ആണെന്നോർത്ത് ആർത്തിമൂത്ത് പൊട്ടിച്ചു തിന്നതാണെന്ന് ആളുകളോടും പറയാമല്ലോ. ഇതിനു വേണ്ടി 1-2 ഒതലങ്ങ നന്ദിനിയെടുത്ത മുറിയിലും ഒളിപ്പിച്ചു വെക്കാം. അതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. നന്ദിനിയെടുത്ത് ഇത് അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വേറെന്തെങ്കിലും പ്ലാൻ ആലോചിക്കാം, അല്ലേ ശ്രീചേട്ടത്തി? കേട്ടിട്ട് നന്ദിനി ശ്രീചേട്ടത്തിയുടെ നിരക്ക് തട്ടി കയറാനായി പോവുകയാണ്. എന്നാൽ വേദ പറയുന്നുണ്ട്,
ശ്രീചേട്ടത്തിക്കല്ല എനിക്കായിരുന്നു കൊല്ലാൻ ഉദ്ദേശമുള്ളത്. പറഞ്ഞത് തലയ്ക്ക് വല്ലോ വട്ടാവുന്ന രീതിയിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതിയെന്നാ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വേദിയും ശ്രീചേട്ടത്തിയും കൂടെ വിക്രമിന് കൊടുക്കാനായിട്ട് പായസം തയ്യാറാക്കുകയാണ്. കഴിച്ച ശേഷം വിക്രം ഉറങ്ങാൻ വേണ്ടി അതിൽ ഉറക്ക ഗുളികയും ചേർക്കുന്നുണ്ട്. ഒരു ബൗളിലാക്കിയ ശേഷം ശ്രീചേട്ടത്തിയോട് അത് കൊണ്ടു കൊടുക്കാൻ ആവശ്യപ്പെടുന്നു. തനിക്കിങ്ങനെ ചെയ്യാനായിട്ട് പേടിയാണെന്നാണ് ശ്രീചേട്ടത്തി പറയുന്നത്. പിന്നെ എടുത്ത് ഇതിൽ ഗുളിക ചേർത്ത വിവരം വിക്രമിനോട് പറയണ്ടല്ലോ. ഇപ്പോൾ അങ്ങോട്ടേക്ക് നന്ദിനി വരുന്നു. ഇവിടെ പതിവില്ലാതെ രണ്ടുപേരും കൂടി ഈ സമയത്ത് ഒരു പാചകമെന്നാണ് നന്ദിനി ചോദിക്കുന്നത്. മറുപടിയെ വേദ, ഞാൻ വിക്രമിനിപ്പോൾ അല്പം പായസം ഉണ്ടാക്കിയതാണ്. അങ്ങനെ പായസം അടങ്ങിയ ഗ്ലാസ് നന്ദിനി എടുക്കാനായി ശ്രമിക്കുമ്പോൾ വിനായകരട്ടിന് വേണമെങ്കിൽ നന്ദിനി സ്വന്തമായി ഉണ്ടാക്കി കൊടുക്കാനായിട്ടാണ് വേദ ഇപ്പോൾ പറയുന്നത്. അവർ രണ്ടുപേരും ഒത്തിരി പറഞ്ഞ ശേഷവും നന്ദിനി ആ പായസം എടുത്ത് കുടിക്കുന്നു. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡോടെ സാധിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.